ചൂട് കാലാവസ്ഥയിൽ ഒന്ന് ചില്ലാവാനായിട്ട് നമുക്കൊരു ഏത്തപ്പഴം ഷേക്ക് ആയാലോ? 4 നല്ല പഴുത്ത ഏത്തപ്പഴം ഇതിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബദാമാണ്. ഇതൊരു 1 മണിക്കൂർ ഞാൻ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വയ്ക്കുന്നു. ഷേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ബൂസ്റ്റും കൂടി എടുക്കുന്നുണ്ട്. നല്ല തണുത്ത കട്ടിയുള്ള പാല് ഇതുപോലെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? ആദ്യം ഞാൻ നല്ല കട്ടിയായിട്ടുള്ള ആ പാലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ടാണ് ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഷേക്കിൻ്റെ തിക്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ബൂസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേക്കിൻ്റെ ടോപ്പ് ലെയറിൽ. ഇനി നമുക്ക് കുറച്ച് ബദാമും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആൻഡ് യമ്മി ആൻഡ് ഹെൽത്തി ആണ് ഏത്തപ്പഴമൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടൊന്നും അറിയുന്നില്ല കേട്ടോ. സാധാരണ നോർമൽ ഷേക്ക് പോലെ തന്നെയാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ഷേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.